ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഗോതമ്പ് പൊറോട്ട വീട്ടിലുണ്ടാക്കിയെടുക്കാം. പൊറോട്ട ഉണ്ടാക്കാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര മെനക്കെട്ട ഒരു പണിയാണ്. എന്നാൽ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രികളിലൊക്കെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല ലെയറുകളോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഒരു വിസ്താരമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കാനായിട്ട്. തരികളുള്ള ഗോതമ്പ് പൊടിയൊന്നും എടുക്കരുത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 9 പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയിൽ ഈ തൈരും നെയ്യും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് എല്ലാതും കൂടിയിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ആദ്യമേ തന്നെ എല്ലാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനി 1 കപ്പ് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അധികം ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുക്കരുത്. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്ന മാവ്. ഇനി നമുക്കിതിന് മീതെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. ഓരോ ഗോതമ്പ് പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ 2 കപ്പ് ഒഴിച്ചു കൊടുക്കരുത്. 1 കപ്പ് ഒഴിക്കുക, പിന്നെ ഒരു 1/2 കപ്പ് ഒഴിക്കുക. അങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാക്കി എടുക്കണേ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരും. ഇനി നമുക്ക് ആ സമയം കൊണ്ടൊരു സാമ്പാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് 1/2 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയും ഒരു തക്കാളിയുമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് അരിഞ്ഞതാണ്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 4-5 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. ടേസ്റ്റും അടിപൊളിയാണ്. ഇങ്ങനെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നില്ല. ഉപ്പും പുളിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 8 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. 8 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീമെല്ലാം പോയിട്ട് വേണം തുറക്കാനായിട്ട്. ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാതും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സവാളയും തക്കാളിയും ഒക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. കോൽപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പുളിക്ക് അനുസരിച്ചിട്ട് വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പുളി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കണം. 1-2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടു. മല്ലിയിലയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറവിടണം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ലാസ്റ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് സാമ്പാറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തുറന്നതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സാമ്പാർ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കരുത്, വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ആദ്യം തന്നെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ ബോൾസ് ആയിട്ടാണ് കേട്ടോ ഉരുട്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ പൊറോട്ട ആകുമ്പോൾ കുറച്ചൊരു കട്ടിയിലാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ പോലെ ആദ്യം പരത്തിയെടുത്തു. അതിനുശേഷം അതിന് മീതെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യും ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മീതെ കുറച്ച് പൊടിയൊന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ലൈനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കത്തി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് വീതിയിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിനും മീതെ എല്ലാതും എടുത്ത് വെക്കുക. മീതയായിട്ട് എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ പൊട്ടി പോവില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി, ഒരുപാട് അങ്ങ് വലിക്കരുത്, അപ്പോൾ പൊട്ടിപ്പോവും. ഇനി ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിരിച്ചതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ലെയറുകളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മീതെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി പൊടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇത് വളരെ പെട്ടെന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു കനത്തിൽ, ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി ഒരു കനത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഫോഴ്സ് എടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കാനായിട്ട് പാടില്ല, ചെറുതായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായൊരു തവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. 2 സൈഡിലും കുറേശ്ശെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ തീരെ ഫ്ലെയിം കുറച്ചിട്ടും വെക്കേണ്ട, അപ്പോൾ ഹാർഡായി പോവും പൊറോട്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ സ്പോട്ടൊക്കെ വന്ന് കുക്കായി കിട്ടുന്നവരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ആദ്യത്തെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. നമുക്കിതുപോലെ തന്നെ എല്ലാ പൊറോട്ടയും റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഓരോന്ന് പരത്തി അപ്പം തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഓരോന്ന് പരത്തി അപ്പം തന്നെ ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. 2 സൈഡിലും നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നോൺ വെജ് മുട്ടക്കറിയോ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ആ പൊറോട്ടയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലെയറുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ പൊറോട്ട കിട്ടിയിട്ടുള്ളത്. 9 പൊറോട്ടയാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മത്തങ്ങ കൊണ്ട് കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ, അടിപൊളി സ്വാദാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക്